ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പോൾ അത് കുറച്ച് അകത്തുനിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും കുറച്ച് കോട്ടൺ തുണിയുമാണ്. അപ്പോൾ ആ കോട്ടൺ തുണി ആ വൈറ്റ് സിമൻറ്റിൽ ഇട്ട് നല്ലവണ്ണം മുക്കിയിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പ്ലാസ്റ്റിക് കാണുന്ന എല്ലാ സൈഡിലും നല്ലവണ്ണം ചുറ്റി ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അടി സൈഡിലും അതിൻ്റെ സൈഡുകളിലും കോട്ടൺ തുണി ഇതേ കണക്ക് തന്നെ എല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽ കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ച് കൊടുത്ത് ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞാൽ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ തുണിയുടെ പാട് വെളിയിൽ കാണാത്ത രീതിയിൽ എല്ലാ സൈഡിലും നല്ലവണ്ണം ചുറ്റി വൈറ്റ് സിമൻറ്റ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അടുത്ത് നമ്മൾ ഒരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ കുറച്ച് വൈറ്റ് സിമൻറ്റ് കോരി ഒഴിച്ച് റൗണ്ട് ഷേപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു സൈഡ് ഗ്യാപ്പുള്ള സൈഡ് അതിൻ്റെ ആ ഒരു ഭാഗം അവിടെ വരത്തക്ക രീതിയിൽ കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള സൈഡിലും കൂടെ വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ മുകൾ സൈഡും നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി ആ ഗ്യാപ്പിൻ്റെ ചെറിയ ബോർഡറിലും എല്ലായിടത്തും നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പം മൊത്തത്തിലൊന്ന് തേച്ച് റൗണ്ട് ഷേപ്പിൽ തന്നെ വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് ആ തടിയുടെ ഷേപ്പിൽ നല്ലവണ്ണം ചെറിയ വരകളും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് സൈഡും കൂടെ തടിയെ കണക്കൊന്ന് വരച്ചെടുക്കുക. അതിന് വേണ്ടി ആണിയോ അല്ലെങ്കിൽ മുറിച്ചുള്ള മറ്റെന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് വരകളും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വരകളെല്ലാം ഇട്ട് കൊടുത്ത് ഒരു 1-2 ദിവസം നല്ലവണ്ണം നനച്ചു കൊടുക്കുക. നനച്ച് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ തടിയുടെ പുറത്തിട്ടിരിക്കുന്ന വരകളൊക്കെ ഒന്ന് പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ അത് എംബൈൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുക. ഇനി നല്ലോണം ഉണങ്ങിയിട്ട് എംബൈൻ്റെ പേപ്പർ ഉപയോഗിച്ച് നല്ലോണം പേപ്പറും കൂടെ ഇട്ട് തീർന്നിട്ട് അതിൻ്റെ കറക്റ്റ് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ അടിസൈഡിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അടിസൈഡ് നല്ലോണം ഒന്ന് പേപ്പർ ഇട്ട് ഒരു ഷേപ്പ് വരുത്തിയെടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. ഹോളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് കളർ ചെയ്തിടുക. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ബേസിക് കോട്ടായിട്ട് ആക്രിലിക്കിൻ്റെ വൈറ്റും ബ്രൗണും കൂടെ ഒരു കോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് ഉണങ്ങിയിട്ട് ആക്രിലിക്കിൻ്റെ ബാൻസീന അതും കൂടെ ഒരു കോട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ബാൻസീനയും കൂടെ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡിലും നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ എല്ലയും ബാൻസീനയും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ 2 സൈഡിലും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാൻസീന ഒരു കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ വരച്ചെടുത്തിട്ടുള്ളൂ. അപ്പം പെയിൻ്റ് എല്ലാം കൊടുത്ത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാനിഷും കൂടെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.